Hi, so today we'll be doing May 24 RTP's question. Question number 13. Following is the extract of notes to accounts of financial statements of STU Private Limited listing some ratios. ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് നോട്ട്സ് ടു അക്കൗണ്ട്സ് ആണ്, അതിൻ്റെ കുറച്ച് റേഷ്യോസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഡിസ്കസ് വെദർ ഡിസ്ക്ലോഷർ ഗിവൺ ഇൻ ദ ഫോളോയിങ് മാനർ മീറ്റ്സ് റിക്വയർമെൻറ്റ്സ് ഓഫ് ഷെഡ്യൂൾ 3 ഓഫ് കമ്പനീസ് ആക്ട് 2013. ഈ താഴെ കാണിച്ചിരിക്കുന്നത് പോലെ നോട്ട്സ് ടു അക്കൗണ്ട്സിൽ പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ടുള്ള ഡിസ്ക്ലോഷർ റിക്വയർമെൻ്റ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഷെഡ്യൂൾ 3 പ്രകാരം. ഇഗ്നോർ അതർ റേഷ്യോസ് വിച്ച് ആർ നോട്ട് ലിസ്റ്റഡ് ഇൻ ദി എക്സ്ട്രാക്ട് ഗിവൺ ബിലോ. കുറേ റേഷ്യോസ് ഉണ്ടല്ലോ, ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ അങ്ങനെയൊക്കെ. അപ്പോൾ തന്നിട്ടില്ലാത്തത് ഇഗ്നോർ ചെയ്തേക്കുക. ഈ തന്നിരിക്കുന്ന റേഷ്യോസ് കറക്റ്റായിട്ട് ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടോ എന്ന് മാത്രം ചെക്ക് ചെയ്താൽ മതി. നെയിം ഓഫ് റേഷ്യോ 2022-2023. കറണ്ട് റേഷ്യോ, ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ, ട്രേഡ് റിസീവബിൾ ടേൺ ഓവർ റേഷ്യോ, നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ. അതിൻ്റെ എമൗണ്ട്സും തന്നിട്ടുണ്ട്, റേഷ്യോസും തന്നിട്ടുണ്ട്. ഇങ്ങനെ മാത്രം തന്നു കഴിഞ്ഞാൽ അത് കറക്റ്റ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ആൻസർ നോക്കാം. The disclosure given in the question does not meet the requirements of Schedule 3 to Companies Act 2013. ഇപ്പോൾ ആൻസർ പറഞ്ഞേക്കുന്നത് ഡിസ്ക്ലോഷർ റിക്വയർമെൻറ്റ് ഷെഡ്യൂൾ 3യുടെ റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യുന്നില്ല എന്നാണ്. എന്തുകൊണ്ടാണെന്ന് നമുക്ക് നോക്കാം. Schedule 3 requires that the company shall explain the items included in numerator and denominator for computing the ratios. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററും തന്നിരിക്കുന്ന ഐറ്റംസ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത്. ഫോർ എക്സാമ്പിൾ കറണ്ട് റേഷ്യോയ്ക്കകത്ത് കറണ്ട് റേഷ്യോ ഇവിടെ 2.5 തന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് കറണ്ട് അസറ്റ് എന്തൊക്കെ ഐറ്റംസ് ആണ് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്, കറണ്ട് അസറ്റ് ബൈ കറണ്ട് ലയബിലിറ്റിയാണ് കറണ്ട് റേഷ്യോ. കറണ്ട് ലയബിലിറ്റിയിൽ എന്തൊക്കെ ഐറ്റംസ് ആണ് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് അത് എക്സ്പ്ലെയിൻ ചെയ്യണമെന്നാണ് പറഞ്ഞേക്കുന്നത്. അത് ഇങ്ങനെ ഈ ഫോർമാറ്റിൽ ജസ്റ്റ് സിമ്പിൾ പ്രസൻറ്റേഷനാണ്, അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും. Further explanation shall be provided for any change in the ratio by more than 25% as compared to the preceding year. ഇപ്പം റേഷ്യോ 25%-നേക്കാട്ടിൽ കൂടുതൽ ആയാലോ കുറവായാലോ ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റെ റീസൺസ് പറയണമെന്നാണ്, അതിനുള്ള എക്സ്പ്ലനേഷൻ കൊടുക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത്. അത് ഇവിടെ തന്നിട്ടില്ല. In the given table, the company has not explained the items included in numerator and denominator for computing ratios. നമുക്ക് തന്നിരിക്കുന്ന ടേബിളിൽ ജസ്റ്റ് റേഷ്യോസ് മാത്രമേ തന്നിട്ടുള്ളൂ, അതിനകത്ത് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലെ ഐറ്റംസ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. അതൊന്നുകൂടെ സ്ട്രെസ് ചെയ്ത് പറയുകയാണ്. ഫർദർ റേഷ്യോസ് ഇൻ വേരിയേഷൻസ് ഇൻ റേഷ്യോസ് ആസ് കമ്പയർഡ് ടു പ്രിസീഡിങ് ഇയർ ആർ ആസ് അണ്ടർ. റേഷ്യോയിൽ വന്നിരിക്കുന്ന വേരിയേഷൻ, അതായത് 25% ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആക്ച്വലി കാൽക്കുലേറ്റർ എടുത്ത് ചെക്ക് ചെയ്ത് നോക്കണം. അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെ ചെയ്യുന്നതെന്ന്. ഫസ്റ്റ് കറണ്ട് റേഷ്യോ നോക്കാം. 2.5 മൈനസ് 2.3 ഡിവൈഡഡ് ബൈ 2.3, ന്യൂ മൈനസ് ഓൾഡ് ഡിവൈഡഡ് ബൈ ഓൾഡ്, പിന്നെ പെർസെൻറ്റേജ് അടിച്ചാൽ മതി. 8.69%. ഇതാണ് വേരിയേഷൻ. ഇത് 25% താഴെയാണ്, അപ്പം അതിന് സ്പെഷ്യലായിട്ടുള്ള എക്സ്പ്ലനേഷൻ ആവശ്യമില്ല. ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ 3 മൈനസ് 6 ഡിവൈഡഡ് ബൈ 3%, അല്ല 3 മൈനസ് 6 ഡിവൈഡഡ് ബൈ 6%. ഓൾഡ് ന്യൂ മൈനസ് ഓൾഡ് ഡിവൈഡഡ് ബൈ ഓൾഡ് പെർസെൻറ്റേജ്. അപ്പോൾ 6 ആണ് ഓൾഡ്, അപ്പോൾ 6 വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് പെർസെൻറ്റേജ് എടുക്കുക. അപ്പോൾ 50% വരുന്നത്. നെഗറ്റീവ് സിമ്പിൾ ഇഗ്നോർ ചെയ്തേക്കുക. അപ്പോൾ ഇവിടെ 50% വേരിയേഷൻ വരുന്നുണ്ട്, പക്ഷേ അതിനുള്ളൊരു എക്സ്പ്ലനേഷൻ തന്നിട്ടില്ല. അപ്പോൾ അത് ഡിസ്ക്ലോഷർ റിക്വയർമെൻറ്റിന് എതിരാണ്. ട്രേഡ് റിസീവബിൾ ടേൺ ഓവർ റേഷ്യോ ചെക്ക് ചെയ്യുന്നത് 1.75 മൈനസ് 5 ഡിവൈഡഡ് ബൈ 5, 65%. നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ 13 മൈനസ് 10 ഡിവൈഡഡ് ബൈ 10%, അപ്പോൾ 30% കിട്ടും. അപ്പോൾ ഫോർമുല ഓർത്ത് വെക്കുക, ന്യൂ മൈനസ് ഓൾഡ് ഡിവൈഡഡ് ബൈ ഓൾഡ് പെർസെൻറ്റേജ്. ആസ് കാൽക്കുലേറ്റഡ് അബവ് ദർ ഇസ് ചേഞ്ച് ഇൻ ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ. ഏതൊക്കെയാണ് 25% മുകളിലുള്ളത്? ഇത് മാത്രമുള്ള 25% താഴെ.
അപ്പോൾ ബാക്കി ലാസ്റ്റത്തെ 3 റേഷ്യോസിൻ്റെയും ചേഞ്ച് 25%-ന് മുകളിലാണ്. ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ, ട്രേഡ് റിസീവബിൾ ടേൺ ഓവർ റേഷ്യോ, നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ by more than 25% as compared to preceding year. Therefore, explanation for such changes have also to be provided where there are changes by more than 25% as compared to preceding year. കഴിഞ്ഞ വർഷമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ 25% കൂടുതൽ ചേഞ്ച് ഉണ്ടെങ്കിൽ, ഇപ്പം കൂടിയാലും അല്ലെങ്കിൽ കുറഞ്ഞാലും 25% ചേഞ്ച് മതി. നെഗറ്റീവ് സൈൻ ആണെങ്കിലും കുഴപ്പമില്ല. അങ്ങനെ ചേഞ്ച് ഉണ്ടെങ്കിൽ അതിനുള്ള എക്സ്പ്ലനേഷൻ വേണം. അതിവിടെ തന്നിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു റിക്വയർമെൻ്റ് ഉണ്ട്. അപ്പോൾ 2 പോയിൻ്റാണ് മെയിനായിട്ട് പറഞ്ഞേക്കുന്നത്. ഒന്ന്, ന്യൂമറേറ്ററിന് ഡിനോമിനേറ്ററിലെ ഐറ്റംസ് എക്സ്പ്ലെയിൻ ചെയ്യണം. 2, 25% ചേഞ്ച് ഉണ്ടെങ്കിൽ അതിനുള്ള എക്സ്പ്ലനേഷൻ വേണം.